Unit number 3, glimpses of nature. What is the meaning of glimpses? Glimpses in a meaning അറിയാവോ? No, sir. No, sir. എന്നാലും എന്തായിരിക്കും? വെറുതെ ഒന്ന് ഗസ് ചെയ്യും. ഗ്ലിംസസ് ഓഫ് നേച്ചർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ എന്തായിരിക്കും? അപ്പൊ നേച്ചറുമായിട്ട് വരികയാണെങ്കിൽ അതുമായിട്ട് ഒരു റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒന്നായിരിക്കണമല്ലോ. അപ്പൊ എന്തായിരിക്കും? വെറുതെ ജസ്റ്റ് ഗസ് ചെയ്താൽ മതി. അറിയത്തില്ല. ഓക്കെ. ഗ്ലിംസസ് എന്ന് വെച്ചാൽ കാഴ്ച എന്നാണ് അർത്ഥം. കാഴ്ച മീൻസ് ഈ നേച്ചറിന്റെ ഭംഗി കാണുക, അല്ല എങ്കിൽ ഇത് അതിനെ ഫുൾ നമ്മൾ ആസ്വദിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വരും. മനസ്സിലായോ? ഓക്കെ. അതില് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു 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 കവിതയാണ്, ഒരു പോയമാണ്. അതിനു മുമ്പ് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈക്ക് ലുക്ക് അറ്റ് യുവർ ഫിംഗേഴ്സ്, ലുക്ക് അറ്റ് യുവർ പാം. ആർ ഓൾ യുവർ ഫിംഗേഴ്സ് ഈക്വൽ ഇൻ സൈസ്? നിങ്ങളുടെ കൈ വിരലുകളൊക്കെ എന്ന് പറയുന്നത് എല്ലാം ഒരേ സൈസിലാണോ ഇരിക്കുന്നത്? ഒരേ ലെങ്തും ഒരേ സൈസ് ഒക്കെയാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫിംഗർ? ഏതാ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിംഗർ? ഏതായിരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിംഗർ? ചൂണ്ടുവിരൽ. ചൂണ്ടുവിരൽ. ഓക്കെ, ചൂണ്ടുവിരൽ. എന്താ ചൂണ്ടുവിരൽ ഇമ്പോർട്ടന്റ് ആയ ആൽഫിൻ? അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, അങ്ങനെയൊക്കെ പറയാൻ ചൂണ്ടുവിരൽ വേണ്ടേ? ചൂണ്ടുവിരലാണ് വേണ്ടത്. റൈറ്റ്. ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും വിരൽ? ആരെങ്കിലും തോണ്ടി വിളിക്കണമെങ്കിൽ ചൂണ്ടുവിരൽ വേണ്ടേ? ചൂണ്ടുവിരൽ വേണ്ടേ? റൈറ്റ്, ശരിയാ. ഓക്കെ, അടുത്ത വേറെ. ബാക്കിയുള്ളവര്? യമി അൺമ്യൂട്ട് ചെയ്തേ. എന്ത് പറയുന്നു? ഏത് പേരില ഏറ്റവും ഇമ്പോർട്ടന്റ്? കണ്ടൂടെ കേട്ടോ? അല്ല, കൈ മുകളിലോട്ട്. ഇല്ല, കൈ മുകളിലോട്ട് വെച്ചാ കാണാം. ഏതാ? ഫസ്റ്റ് വിരലാണോ? സെക്കൻഡ്. സെക്കൻഡ്. എന്താ സെക്കൻഡ് വിരലായേ? എന്തുകൊണ്ടായിരിക്കും? അൺമ്യൂട്ട് അൺമ്യൂട്ട്. എന്താ കാണിച്ചു കൊടുക്കാൻ പറ്റും? കാണിച്ചു കൊടുക്കാം. വേറെ ഷാരോൺ, നിന്റെ കയ്യില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിരൽ ഏതാ? എന്താ? കേട്ടില്ല. മൂന്നാമത്തെ വിരലായേ? കേട്ടില്ല. എടാ, ഈ പടത്തിലുള്ള അല്ല. ഓക്കെ, നിന്റെ കയ്യിലുള്ളതില് കയ്യിൽ 5 വിരലുണ്ടല്ലോ, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചേ. നിന്റെ കയ്യിൽ 5 വിരലുണ്ടല്ലോ, ആ 5 വിരലില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതാ? അറിയത്തില്ല.
ഓക്കെ. അപ്പൊ നമ്മുടെ കൈ വിരല് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ആൽഫിൻ പറഞ്ഞത് ശരിയാണ്, അവിടെ നോക്കി ഇവിടെ നോക്ക് എന്നൊക്കെ പറയാനൊക്കെ നമുക്ക് ചൂണ്ടുവിരൽ വേണം. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പ്രോപ്പറായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തമ്പും വേണം, തള്ളവിരലും വേണം. അപ്പോ ഓരോ വിരലിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ക്യാൻ യു ജസ്റ്റ് ഇമാജിൻ ഒരു വിരലില്ലാത്ത അല്ല എങ്കിൽ ഇതിലേതായാലും ഒരു വിരലില്ല എങ്കിൽ അതിന് വരെ എങ്ങനെയായിരിക്കുമായിരുന്നു? നമുക്ക് 5 വിരലുണ്ടായിരുന്നു, ഇപ്പൊ 5 വിരലുണ്ട്, ഇപ്പൊ അതിൽ ഒരെണ്ണം ഇല്ലായിരുന്നെങ്കിലോ എങ്ങനെയായിരിക്കും? Can you imagine? നിങ്ങളൊക്കെ പോയോ? ആൽഫിൻ, അഭിനവ്, ചില കാര്യങ്ങളൊന്നും പറ്റൂല. ചില കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. ലൈക്ക് ഇവിടെ നോക്കിയേ, ഇത് ഓൾ ദി ബെസ്റ്റ് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വിരലെന്ന് പറയുന്നത് തമ്പാണ്. ഇപ്പോ അതിന് പകരം നമുക്ക് ഈ വിരൽ ഇങ്ങനെ കാണിച്ചിട്ട് നമുക്ക് ഓൾ ദി ബെസ്റ്റ് എന്ന് പറയത്തില്ലല്ലോ. അല്ലെങ്കിൽ ലാസ്റ്റ് വിരൽ കാണിച്ച ശേഷം ഓൾ ദി ബെസ്റ്റ് എന്ന് പറയത്തില്ലല്ലോ. അടുത്ത് ഹൂറേ വി ആർ ദ വിക്ടേഴ്സ്. അപ്പൊ വിക്ടറി ചെയ്യുന്നത് 2 വിരൽ ചേർത്ത്, അപ്പൊ അതിനെ വിക്ടറിയുടെ. അപ്പൊ ഇതേപോലുള്ള ഓരോ വിരലും അതിൻ്റെതായ ഇമ്പോർട്ടൻസ്. സോ ഓർ ഓൾ ദ 5 ഫിംഗേഴ്സ് നെസസറി ഫോർ us? എല്ലാ വിരലും ഇമ്പോർട്ടന്റ് ആണോ നമുക്ക്? Yes. Do you think any finger is less important than the other? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു വിരല് അതിന് ഒട്ടും ഇമ്പോർട്ടന്റ് അല്ല, ബാക്കിയുള്ളതിനാണ് ഇമ്പോർട്ടന്റ് എന്നുള്ള ആ ഒരു ഇത് തോന്നുന്നുണ്ടോ? അതെ, നിങ്ങൾ എല്ലാരും ഉറങ്ങുകയാണോ? പറയേ, ആൻസർ പറയേ. ഡു യു തിങ്ക് എനി ഫിംഗർ ഈസ് ലെസ് ഇമ്പോർട്ടന്റ് ദാൻ ദ അതേഴ്സ്? അതായത് മറ്റു വിരലിനേക്കാൾ ഏതെങ്കിലും വിരല് എന്താ പറയുന്നത് ഇമ്പോർട്ടന്റ് അല്ല എന്ന് തോന്നുന്നുണ്ടോ? What will happen if any one of your fingers is missing? നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങളുടെ ഒരു വിരൽ, ഈ കയ്യിലുള്ള ഒരു വിരല് മിസ്സായി പോയതല്ല, അതായത് നഷ്ടമായി പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? കരയും. ഓക്കെ. അല്ലാതെ നമുക്ക് എന്ത് സംഭവിക്കും? വിഷമം വരെ, അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റാത്ത ആവുമ്പോ വിഷമം വരും. ഓക്കെ. നമ്മള് ഹാൻഡിക്യാപ്ഡ് ആവും, നമ്മൾ വികലാംഗനാവും അല്ലെ? ഒരു വിരൽ നഷ്ടമായി നമ്മൾ വികലാംഗനാവത്തില്ലേ? അതായത് ഒരു വിരൽ നഷ്ടമായി നമ്മൾ ഹാൻഡിക്യാപ്ഡ് ആവും. ഡു യു തിങ്ക് എനിത്തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ലെസ് ഇമ്പോർട്ടന്റ്? എന്തെങ്കിലും കാര്യം, ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്ന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ അനുജ? ഓക്കെ. ദിയ? ഓക്കെ. അപ്പോ ഡു യു തിങ്ക് എനിത്തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ലെസ് ഇമ്പോർട്ടന്റ്? ഏതെങ്കിലും കാര്യങ്ങള് ഇമ്പോർട്ടന്റ് അല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? പോയോ? ഓക്കെ. അപ്പോ ആക്ച്വലി ഒന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലാതാവുന്നില്ല, ബിക്കോസ് എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ റോൾ. നമ്മുടെ ജീവിതത്തിലായാലും ഇൻ അവർ ലൈഫ് എവറിത്തിങ് ഈസ് ഇമ്പോർട്ടന്റ്. നമുക്കെല്ലാം അത് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നു. ഓക്കെ. എവറി ബീയിങ്
on earth is equally important. Nothing is superior or inferior to any other. അപ്പോൾ എല്ലാം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. നത്തിങ് ഈസ് സുപ്പീരിയർ ഓർ ഇൻഫീരിയർ. ഒന്നും അതിന് ഭയങ്കര പ്രാധാന്യമില്ല, അല്ലെങ്കിൽ ഇൻഫീരിയർ ഒട്ടും കുറഞ്ഞതായിട്ടും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് കൂടിയതും കുറഞ്ഞതും ആവരുത്, ഒന്നുമില്ല. എല്ലാത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഉണ്ട്. ഹിയർ ഈസ് എ പോയം ദാറ്റ് ഗീവ്സ് യു ദിസ് മെസ്സേജ്. അപ്പൊ ഈ ഒരു മെസ്സേജ് തരുന്നത് എല്ലാം ഈക്വൽ ആണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പോയമാണ് ഇവിടെ. ദ മൗണ്ടൻ ആൻഡ് ദ സ്ക്വയർ. നമ്മുടെ പർവ്വതവും അണ്ണാനും. The mountain and the squirrel had a quarrel. Quarrel means വഴക്ക്. അപ്പോ നമ്മുടെ ഒരു ദിവസം നമ്മുടെ ഒരു മൗണ്ടനും നമ്മുടെ അണ്ണാനും കൂടെ ഒരു വഴക്കുണ്ടാക്കി. And the former called the later little prig. അപ്പോ നമ്മുടെ ഈ ഒരു മൗണ്ടൻ ഉണ്ടല്ലോ, നമ്മുടെ ആ ഫോർമർ, അതായത് ആ ഒരു മൗണ്ടൻ അല്ലെങ്കിൽ ഈ ഫോർമർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്നാണ് അർത്ഥം. അതായത് ഈ ഒരു മൗണ്ടൻ നമ്മുടെ ഇതിനെ വിളിക്കുക ലിറ്റിൽ പ്രിഗ്. ലിറ്റിൽ പ്രിഗ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? പ്രിഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവോ? പറയത്തില്ലേ, ഈ ചെറിയ വങ്കൻ എന്നൊക്കെ പറയത്തില്ലേ, ഇങ്ങനെ കളിയാക്കിക്കൊണ്ട്, കുഞ്ഞത് ചെറിയ വങ്കൻ. അപ്പൊ അതുപോലെ പറയുകയാണ് ലിറ്റിൽ പ്രിഗ്, നമ്മുടെ ചെറിയ വങ്കൻ എന്ന് പറഞ്ഞ് വിളിക്കുക. ബൺ റിപ്ലൈ, യു ആർ ഡൗട്ട്ലെസ് വെരി ബിഗ്. അപ്പോ നമ്മുടെ ബൺ, അതായത് നമ്മുടെ സ്ക്വറൽ റിപ്ലൈ ചെയ്യുകയാണ്, യു ആർ ഡൗട്ട്ലെസ് വെരി ബിഗ്. എനിക്കറിയാം നിങ്ങള്, അതായത് മൗണ്ടൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്, നിങ്ങൾ അതിന് ഒരു സംശയവും ഇല്ല, നിങ്ങൾ വലുതെന്നുള്ളതിന്, ഏറ്റവും വലുതെന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. ബട്ട് ഓൾ സോർട്സ് ഓഫ് തിങ്സ് ആൻഡ് വെദർ മസ്റ്റ് ബി ടേക്കൺ ഇൻ ടുഗദർ ടു മേക്ക് അപ്പ് എ ഇയർ ആൻഡ് എ സ്പിയർ. അതായത് ബട്ട് ഓൾ സോർട്സ് ഓഫ് തിങ്, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. ആൻഡ് ദ വെദർ, നമ്മുടെ എല്ലാ സീസണും, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു കാലാവസ്ഥയും, അതിന്റെ അല്ലെങ്കിൽ 4 സീസൺ ഉണ്ട്, വിന്റർ, സമ്മർ, അപ്പൊ അതുപോലുള്ള സീസൺസും എല്ലാം കൂടെ ചേരുമ്പോഴാണ് ടു മേക്ക് അപ്പ് എ ഇയർ, ഒരു വർഷം തന്നെ ഉണ്ടാവുന്നത്, ആൻഡ് എ സ്പിയർ. അപ്പോ ഒരു ടോട്ടൽ നമ്മുടെ വേൾഡ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് ടോട്ടലി അതിന്റെ ആ ഒരു പൂർണ്ണതയിൽ എത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വർഷം എന്നുള്ളത് അവിടെ കഴിയണമെന്നുണ്ടെങ്കിൽ ഇത് എല്ലാ കാര്യങ്ങളും നോക്കണം. അല്ലാതെ ചെറിയവരെന്നോ വലിയവരെന്നോ, അല്ലെങ്കിൽ ചെറിയ സാധനം അല്ലെങ്കിൽ വലിയ സാധനം എന്നുള്ള കാര്യമൊന്നും നോക്കാൻ പാടില്ല. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് നോ ഡിസ്ഗ്രേസ് ടു ഓക്കുപൈ മൈ പ്ലേസ്. അപ്പോ എനിക്ക് തോന്നുന്നില്ല ഇത് അതില് എന്റേതായ സ്ഥലം, അതായത് എനിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അത് തന്നെ വേണമെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അതിന് ഇത് ആ ഒരു കുഞ്ഞു സ്ഥലമാണ് എനിക്ക് ആവശ്യം എന്നുള്ളത് എന്നോർത്ത് ഡിസ്ഗ്രേസ്, അതല്ലെങ്കിൽ അപമാനമായിട്ട് എനിക്കത് തോന്നുന്നില്ല. ഡിസ്ഗ്രേസ് എന്ന് പറഞ്ഞാൽ അപമാനം. അപ്പൊ അപമാനമായിട്ട് നമുക്കിത് തോന്നുന്നില്ല. If I am not so large as you, you are not so small as I. അതായത് ഇഫ് ഐ എം നോട്ട് സോ ലാർജ് ആസ് യു, ഞാൻ നിങ്ങളെപ്പോലെ, അതായത് ഞാൻ സ്ക്വറൽ പറയാണ്, ഞാൻ നിങ്ങളെപ്പോലെ അത്ര വലുത് അല്ല എങ്കിലും, യു ആർ നോട്ട് സോ സ്മാൾ ആസ് ഐ, നിങ്ങളും എന്നെ പോലെ ഇത്ര ചെറുതും അല്ല. നിങ്ങൾ വലുതും, അതായത് ഞാനും നിങ്ങളെ പോലെ അത്രയും വലുതും അല്ല, നിങ്ങൾ എന്നെ പോലെ ഇത്രയും ചെറുതും അല്ല. ആൻഡ് നോട്ട് ഹാഫ് സോ സ്പ്രൈ. അപ്പോൾ സ്പ്രൈ മീൻസ് നമ്മുടെ ഈ എനർജി, ഊർജ്ജസ്വലത. അപ്പോൾ നിങ്ങള് എൻ്റെ അത്ര പോലും, എൻ്റെ പകുതി പോലും ഊർജ്ജസ്വലത ഉള്ളവൻ അല്ല. ഐ വിൽ നോട്ട് ഡിനൈ യു മേക്ക് എ വെരി പ്രിറ്റി സ്ക്വറൽ ട്രാക്ക്. അതായത് ഇവിടെ, അതായത് ഈ മൗണ്ടൻ എന്ന് പറയുന്നത് ധാരാളം വഴിയും ധാരാളം സ്ഥലങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പോ
ഐ വിൽ നോട്ട് ഡിനൈ യു മേക്ക് വെരി പ്രിറ്റി സ്ക്വറൽ ട്രാക്ക്. അതായത് സ്ക്വറലിന് പോവാനുള്ള കുറെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആ വഴികളും എല്ലാം ഒരുക്കുന്നത് നമ്മുടെ മൗണ്ടൻ തന്നെയാണ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല, അത് ഞാൻ സമ്മതിക്കുകയാണ്. ടാലൻസ് ഡിഫർ, ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്. അപ്പൊ ടാലൻസ് എന്ന് പറയുന്നത്, അല്ലെ ഒരാളുടെ കഴിവെന്ന് പറയുന്നത് ഇങ്ങനെ ഡിഫറെന്റ് ആണ്. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. അത് ഒന്നും കോമൺ ആയിട്ടല്ല. എല്ലാവർക്കും ഓരോ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവുകൾ ഉണ്ട്. അതെല്ലാം ബുദ്ധിപൂർവം പ്രയോഗിക്കേണ്ടതും ആണ്. ഇഫ് ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റ് ഓൺ മൈ ബാക്ക്, നെയ്തർ ക്യാൻ യു ക്രാക്ക് എ നട്ട്. ഇഫ് ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റ് ഓൺ മൈ ബാക്ക്, എനിക്ക് നിങ്ങളുടെ ഈ കാടും മലകളും, ഈ മൗണ്ടൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ കാടും എല്ലാം, കാടും മലയും നമ്മുടെ ഇതെല്ലാം കൂടെ ചേർന്നല്ലേ ഈ മരങ്ങളും എല്ലാം. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടോട്ടൽ കാടും എല്ലാം എൻ്റെ മുകളിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല എങ്കിലും, നെയ്തർ ക്യാൻ യു ക്രാക്ക് ആൻഡ് നട്ട്, നിനക്ക് നമ്മുടെ മൗണ്ടനോട് ചോദിക്കുക, നിനക്ക് ഒരു ക്രാക്ക് ആൻഡ് നട്ട്, അതായത് അവിടെ നിന്ന് ഏതെങ്കിലും പഴങ്ങളോ എന്തെങ്കിലും പറിച്ച് അതിന്റെ കുരുവൊക്കെ പൊട്ടിച്ച് കഴിക്കാൻ പറ്റുമോ? അപ്പോൾ അതായത് ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഓൾ എബിലിറ്റീസ് ആർ ഡിഫറെന്റ്. എല്ലാം എന്ന് പറയുന്നത് ഇപ്പോ ആരെയും ഒന്നിനും കൊള്ളാത്തവനെന്നൊന്നും അധിക്ഷേപിക്കാൻ പാടില്ല. എല്ലാവർക്കും അതിൻ്റെതായ ഓരോ കഴിവുണ്ട്. ഓരോരുത്തരുടെ കഴിവും ഡിഫറെന്റ് ആണ് എന്ന് കാണിക്കുന്ന ഒരു കവിതയാണ് ഇത്. എന്തെങ്കിലും സംശയം ഉണ്ടോ? No, sir. മനസ്സിലായോ? സാർ Yes, sir. അപ്പോ നമ്മുടെ ഇത് എഴുതിയ ആളുടെ പേര് റാൾഫ് ഓൾഡോ എമേഴ്സൺ എന്ന് പറയുന്ന ആളാണ്. 1803 to 1882 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. വാസ് എൻ അമേരിക്കൻ ഫിലോസഫർ, എസ്സേയിസ്റ്റ് ആൻഡ് പോയറ്റ്. അപ്പോ ഒരു അമേരിക്കൻ തത്വചിന്തകനും അതിനോടൊപ്പം ഒരു എസ്സേയിസ്റ്റ്, എസ്സേ ഒക്കെ എഴുതുന്ന ആളും, ഒരു പോയറ്റ്, ഒരു കവിതകൾ എഴുതുന്ന ആളും കൂടെയാണ്. ഹി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബോസ്റ്റൺ. ബോസ്റ്റണിലാണ് പുള്ളിക്കാരൻ ജനിച്ചതും വളർന്നതും ഒക്കെ. ഹി വാസ് എ സോഷ്യൽ ക്രിട്ടിക് ആൻഡ് എ ചാമ്പ്യൻ ഓഫ് ഇൻഡിവിജ്വലിസം. അപ്പോ അദ്ദേഹമാണെങ്കിൽ ഈ ഒരു 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 സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം അതിനെ ക്രിട്ടിക്ക് ചെയ്യുകയും ആ ഒരു ഒരു എന്താ പറയുക ഇൻഡിവിജ്വലിസം, അദ്ദേഹത്തിന്റെ ആ ഒരു സ്വന്തം നിലയിൽ നിൽക്കാനുള്ള ആ ഒരു കഴിവില് ഏറ്റവും പ്രഗത്ഭനായ ഒരു ആളും കൂടെ ആയിരുന്നു. ഹിസ് മെയിൻ വർക്ക്സ് ആർ സെൽഫ് റിലയൻസ്, ദ ഓവർസോൺ, ദ മെയ്ഡേ ആൻഡ് സോൺ. അപ്പോൾ അദ്ദേഹത്തിന്റെ വർക്കുകളാണ് ഇതെല്ലാം. ഈ സെൽഫ് റിലയൻസ്, ദ ഓവർസോൺ, ദ മെയ്ഡേ ആൻഡ് സോ, അതുപോലുള്ള വർക്കുകളെല്ലാം പുള്ളിക്കാരൻ്റെയാണ്. ഹി റോട്ട് എ ലോട്ട് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മാൻ ആൻഡ് നാച്ചർ. അപ്പോൾ പുള്ളിക്കാരൻ ഈ മാൻ, നമ്മുടെ മനുഷ്യരും നാച്ചറും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ആണോ? Yes, sir. Yes, sir. ആൽഫിൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചാൽ ആൽഫിൻ, രമി, അനുജ. ഓക്കെ, ആൽഫിൻ ഇടയ്ക്കിടയ്ക്ക് എവിടെയാ പോകുന്നേ? ഒടുത്തുമില്ല സാർ. അല്ല, വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോകണുണ്ടോ? അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ, അപ്പോ ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. Yes, sir. ഫസ്റ്റ് വൺ, ദ സ്ക്വറൽ ആംഗ്രി. എങ്ങനെയാണ് നമ്മുടെ സ്ക്വറലിന് ദേഷ്യം വന്നത് അല്ലെങ്കിൽ ദേഷ്യം തോന്നിയത്? എന്തുകൊണ്ട്? എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? ദിയ, അതിനൊരു പേര് അതിനൊരു പേര് വിളിച്ചു. എന്ത് പേരാ വിളിച്ചേ? ലിറ്റിൽ പ്രിഗ് എന്ന് പറയുന്ന പേര് വിളിച്ചത് കൊണ്ടാണ്
നമ്മുടെ അപ്പോ അങ്ങനെ ലിറ്റിൽ പ്രിഗ് എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കിയത് കൊണ്ടാണ് സ്ക്വരലിന് ദേഷ്യം വന്നത്. ഓക്കെ, അടുത്ത 2. ദ സ്ക്വരൽ സ്പീക്സ് ഓഫ് എ സ്ഫിയർ. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇവിടെ ഒരു സ്ഫിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഈ ഒരു സ്ഫിയർ എന്നോട് അർത്ഥമാക്കുന്നത്? അഭിനവ്, എന്തായിരിക്കും ഇവിടെ സ്ഫിയർ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത് കവിതയില്? സാർ അതിന്റെ അർത്ഥം മറന്നുപോയി. കുഴപ്പമില്ല, ഇത് പറഞ്ഞുതരാം. ഓക്കെ, അഭിജിത്ത്, എന്തായിരിക്കും? അറിഞ്ഞൂടാ സാർ. ഓക്കെ, ആൽഫിൻ, എന്താ സാർ? എന്തായിരിക്കും ആ സ്ഫിയർ എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്തായിരിക്കും? എന്തായിരിക്കും അറിയാവോ? സാർ അറിയത്തില്ല. ഓക്കെ, അനുജ, അറിഞ്ഞൂടാ സാർ. എന്താ? പെട്ടെന്ന് അണഞ്ഞു പോയി സാർ. ഓക്കെ, ഓ അതെന്ത് പറ്റി? ഓക്കെ, സാരമില്ല. അനുജ പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്ത് അനുജ. അറിഞ്ഞൂടാ. യമിക്ക് അറിയാവോ? അറിയില്ല സാർ. ഷാരോൺ, അറിയാവോ? ഇവിടെ സ്ഫിയർ എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു? ഈ ലോകം, ദ എർത്ത്, അതായത് നമ്മുടെ ഈ ഭൂഗോളത്തിനെയാണ് ഈ സ്ഫിയർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഒരു സ്ഫിയർ ഷേപ്പിലല്ലേ നമ്മുടെ ഈ ലോകം ഇരിക്കുന്നേ, നമ്മുടെ ഈ എർത്ത് ഇരിക്കുന്നേ. അപ്പൊ അതിനെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ ഭൂഗോളം അല്ലെങ്കിൽ ഈ ഒരു എർത്തിനെയാണ് ഇവിടെ സ്ഫിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടാലൻസ് ഡിഫർ. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദിസ് എക്സ്പ്രഷൻ? ടാലൻസ് ഡിഫർ, കഴിവുകളൊക്കെ ഡിഫറെന്റ് ആണ് എന്ന് ഈ പോയറ്റ് ഇവിടെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എന്തായിരിക്കും ആൽഫിൻ? എന്തായിരിക്കും? ടാലൻസ് ഡിഫർ. എന്താ ആൽഫിൻ? പറയ്. അൺമ്യൂട്ട്. പറയാവോ? കഴിവുകൾ കുറവ്. ഓക്കെ, അത് തന്നെയാണ് സംഭവം. പക്ഷെ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരടുത്ത് ചോദിക്കാം? അഭിനവ്, അറിയാവോ? സാർ ഒന്നുകൂടി. എന്തായിരിക്കും ടാലൻസ് ഡിഫർ പറയുന്നുണ്ട്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാര്യം? എന്തായിരിക്കും? പല കഴിവുള്ള. ഓക്കെ, ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ടാലൻസ് ഡിഫർ, ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. ഇപ്പൊ ഫോറസ്റ്റിനാണെങ്കിൽ, ഇത് മൗണ്ടൻ ആണെങ്കിൽ ഒരു ഫോറസ്റ്റിനെ ഫുൾ ചുമന്ന് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. പക്ഷെ സ്ക്വയറലിന് അതില്ല. പക്ഷെ
സ്ക്വരലിന് അവിടെ നിന്ന് ഒരു കായൊക്കെ പറിച്ച് കുരുവൊക്കെ പൊട്ടിച്ച് കഴിക്കാം. ഇതെല്ലാം കഴിക്കാൻ പറ്റും. പക്ഷെ അതൊരിക്കലും മൗണ്ടന് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ടാലൻസ് ഡിഫർ എന്ന് പറയുന്നത്. അതായത് ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ഇപ്പൊ ചിലപ്പോ അഭിനവിന് ഒരു കഴിവായിരിക്കും ഉള്ളത്. ഇപ്പൊ അഭിനവ് നന്നായിട്ട് പാട്ട് പാടുമെന്ന് വെക്കുക. ചിലപ്പോ എനിക്ക് ആ കഴിവ് കാണത്തില്ല. അടുത്ത് ആൽഫിന് ചിലപ്പോ വേറൊരു കഴിവായിരിക്കും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ആരെയും കുറച്ച് കാണരുത്. എല്ലാവർക്കും അവരുടേതായ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കഴിവ് ഉണ്ടാവും എന്നുള്ള കാര്യമാണ് ഇവിടെ കവി പറയുന്നത്. ഹൗ ഡിഡ് ദ മൗണ്ടൻ ആൻഡ് ദ സ്ക്വയറൽ സെറ്റിൽ ദെയർ ആർഗ്യുമെന്റ്? എങ്ങനെയാണ് ഇത് അവരുടെ ആ വഴക്ക് ഇവർ രണ്ടുപേരും കൂടെ അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ സ്ക്വയറലും മൗണ്ടനും കൂടെ അവരുടെ ഇത് ഒരു വഴക്ക് അവസാനിപ്പിച്ചത് എങ്ങനെയാ? എങ്ങനെയായിരിക്കും അനുജ? ഓക്കെ, അതായത് അവർക്ക് മനസ്സിലായി ഓരോരുത്തർക്കും ഓരോ ടാലന്റ് ഉണ്ട്. സ്ക്വയറലിന് അതിൻ്റെതായ ടാലന്റ് ഉണ്ട്, മൗണ്ടന് അതിൻ്റെതായ ടാലന്റ് ഉണ്ട്. ഒരിക്കലും നമ്മൾ പരസ്പരം അങ്ങനെ കളിയാക്കാൻ പാടില്ല, നമ്മൾ വഴക്കിടാൻ പാടില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ടാലന്റ് ഡിഫറെന്റ് ആണ് എന്ന് മനസ്സിലായപ്പോ അവരുടെ ആ ഒരു വഴക്ക് അവസാനിപ്പിച്ചു. ഓക്കെ, അപ്പോ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻസ്. ഇനി അഞ്ചാമത്തത്. Which one of the following does not match with the theme of the poem? അപ്പോൾ താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതില് ഏതാണ് ഈ ഒരു തീം, നമ്മുടെ ഈ ഒരു പോയത്തിന്റെ തീമുമായിട്ട് മാച്ച് ചെയ്യാതെ പോകുന്നത് എന്ന് നോക്കുക. Every creature in the world, big or small, has its own importance. അപ്പോൾ ഈ നമ്മുടെ ഈ ലോകത്തില് ചെറുതോ വലുതോ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. എവറി പേഴ്സൺ ഹാസ് ഹിസ് ഓർ ഹെർ ഓൺ ഇൻഡിവിജ്വൽ ടാലൻസ്. ഓരോരുത്തർക്കും അവരുടേതായ ടാലൻസ് ഓരോ ആൾക്കാർക്കും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ടാലന്റ് ഉണ്ട്. എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് ഹാസ് എ റോൾ ഓഫ് ഇറ്റ്സ് ഓൺ. നത്തിങ് ഈസ് ഗ്രേറ്റർ ഓർ ലെസർ ദാൻ എനി അതർ. അപ്പോ ഇത് ഇപ്പൊ ഈ ലോകത്തുള്ള എല്ലാത്തിനും അതിൻ്റെതായ ഒരു റോളുണ്ട്. ഒന്നും വലുതും അല്ല, ഒന്നും ചെറുതും അല്ല. മറ്റുള്ളവരെക്കാളും ഒരാളും വലുതും അല്ല, ചെറുതും അല്ല. ഇപ്പൊ എല്ലാവരും ഒരേപോലെയാണ്. അവർക്ക് എല്ലാവർക്കും ഒരേ ടാലന്റ്, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ടാലൻസ്, യുണീക് ടാലൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആരെയും കുറച്ച് കാണരുത്. ദ മൗണ്ടൻ റിക്വസ്റ്റ് ഫോർ ദ സ്ക്വയറൽസ് ഹെൽപ്പ്. നമ്മുടെ മൗണ്ടൻ സ്ക്വയറലിന്റെ സഹായം ആവശ്യപ്പെട്ടു. അപ്പൊ ഇതില് യോജിക്കാത്ത തീം ഏതാ? ഈ 4 സെന്റൻസില് ഇതിൽ ഈ ഒരു യൂണിറ്റിലോ ഏതാ? പറയൂ അഭിജിത്ത് പറയൂ. The mountain request for the squirrel's help. നാലാമത്തത്, അതായത് the mountain request for the squirrel's help. അങ്ങനെ പരസ്പരം സഹായം ചോദിച്ചില്ല, അവര് മനസ്സിലാക്കുകയാണ് ചെയ്തത്. ബാക്കി മൂന്നും ഈ ഒരു പോയത്തിന്റെ ഒരു തീമുമായിട്ട് യോജിക്കുന്നത് തന്നെയാണ്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി 1. Fill in the columns with appropriate expressions given in the bracket. അപ്പോൾ ഇതിൽ സ്ക്വയറലിനും മൗണ്ടനും, അപ്പോൾ സ്ക്വയറലിനും മൗണ്ടനും ഉള്ള ആ ഒരു എക്സ്പ്രഷൻസ് ഏതൊക്കെയാണെന്നുള്ള ആദ്യം എഴുതണം. വെരി ബിഗ്, സ്മോൾ, ക്യാൻ ക്യാരി ഫോറസ്റ്റ് ഓൺ ദ ബാക്ക്, ക്യാൻ ക്രാക്ക് എ നട്ട്. അപ്പൊ സ്ക്വയറലിന്റെ ഭാഗത്ത് ഏതൊക്കെ വരും? സ്മാളും ക്യാൻ ക്രാക്ക് നട്ടും. അപ്പൊ മൗണ്ടന്റെ ഭാഗത്ത് ഏത് വരും? വെരി ബിഗ്, can carry forest on the back. Forest on the back. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് എഴുതിക്കൊള്ളണേ. അടുത്ത. Okay, sir. Read the last 4 lines in the poem. Very pretty squirrel crack. Talents differ. All is well and wisely put. If I cannot carry forest on my back, neither can you crack a nut. In the first line, the word track has same sound as the word back. In the third line,
The word track rhymes with the word back. Pick out more rhyming words from the poem. അപ്പോ ഇതില് ഇത് കണ്ടോ, ഒന്നാമത്തെ മൂന്നാമത്തെ വരി എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു റൈമിംഗ് വേർഡ്സിൽ പെടുന്നതാണ്. അതുപോലെ പുട്ടും നട്ടും. അപ്പോ അതിന് നമുക്ക് റൈമിംഗ് സ്കീം ഉണ്ടല്ലോ, അതിലെ റൈമിംഗ് വേർഡ്സ് ഉണ്ടല്ലോ, അതുപോലെ റൈമിംഗ് വേർഡ്സ് ഇവിടെ ഉണ്ട്. അപ്പോ ആ ഒരു റൈമിംഗ് വേർഡ്സ് ഇതിൽ ഏതൊക്കെയാ? ഈ ഒരു പോയത്തിലുള്ള റൈമിംഗ് വേർഡ്സ്, അതായത് ഒരേ സൗണ്ടിൽ അവസാനിക്കുന്നത് റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയുണ്ടോ? ഈ ഒരു ട്രാക്ക് ട്രാക്ക് ഓക്കെ, ട്രാക്ക്, ബാക്ക് ട്രാക്ക്, വേറെ ക്രാക്ക് ട്രാക്ക് ക്രാക്ക് ട്രാക്ക്. വേറെ Put nut. put nut. Right. വേറെ ഇത് നോക്കിയ സ്ക്വറൽ, കോറൽ, ഒരേ സൗണ്ടിലല്ല അവസാനിക്കുന്ന, ആളറിയൽ, സ്ക്വറൽ, കോറൽ. അടുത്ത് പ്രിഗ്, ബിഗ്, ബെതർ, ടുഗദർ, പിന്നെ ഇയർ, സ്പിയർ, ഡിസ്ഗ്രേസ്. സാർ ഈ 4 വരിയിലുള്ളതല്ലേ? ഇല്ലടാ, ഫുൾ കവിതയില്ല, കവിതയിൽ നോക്കാനാ ഫുള്ള് പറഞ്ഞത്. കവിതയായിരുന്നാ? നീ ഇവര് 4 പേര് നോക്കുകയാണോ? അപ്പൊ ബാക്കി പറഞ്ഞ്, ബാക്കി ഇത് ഫുള്ളായിട്ട് നോക്കിട്ട് പറഞ്ഞു. ഇയർ, സ്പിയർ. Ear, sphere, right. Weather. ഏതാ? Weather together. Weather together, right. Sir, disgrace place. Put nut. Right. Small, large. എന്താ? Small, അത് വരത്തില്ല. Sir, put nut. Put nut, right. പിന്നെ ട്രാക്ക് ബാക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാക്ക് ബാക്ക്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇതിൽ വരുന്ന ഇത്. അത് നിങ്ങൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച് നോട്ടിൽ എഴുതുക. അടുത്ത് read the following lines from the poem. ഏതാ? എഴുതി അയച്ചു തരണം. Okay, read the following lines from the poem. The mountain and the squirrel had a quarrel, and the former called the later little prick. In the third line, the sound L is repeated in the beginning of the words later and little. This is an example of alliteration. അപ്പോൾ what is alliteration? Alliteration എന്ന് പറയുന്നത് ഒരു ലൈനിലെ തന്നെ ഓരോ വാക്കുകളുടെയും ഫസ്റ്റ്, അതായത് ഫസ്റ്റ് ലെറ്ററോ അല്ലെങ്കിൽ വേർഡ്സോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫസ്റ്റ് സൗണ്ട് അത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ലിറ്റിൽ, ലേറ്റർ രണ്ടും എൽ എൽ, അപ്പോ എൽ എന്ന് പറയുന്ന ആ സൗണ്ട് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെയിം ലൈനിൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് അല്ലിട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ, മൈ ലവ് റെഡ്
റെഡ് റോസ്. എ റെഡ് റോസ്. അപ്പോൾ ആർ എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് അവിടെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റെഡ് റോസ്, ആർ ആർ ആർ. അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് അല്ലിട്രേഷൻ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നൗ ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ വേർഡ്സ് ദാറ്റ് ആർ എക്സാമ്പിൾസ് ഫോർ അല്ലിട്രേഷൻ ഫ്രം ദ ലാസ്റ്റ് 4 ലൈൻസ് ഓഫ് ദ പോയം. അപ്പോൾ നിങ്ങൾ ലാസ്റ്റത്തെ 4 വരി നോക്കുക. ഈ ഒരു പാഠത്തിലെ ഈ ഒരു കവിതയിലെ അതിൽ വരുന്ന അല്ലിട്രേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം എഴുതുക. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. MLA ചോദിച്ചേ, ഓക്കെ. അതായത് അല്ലിട്രേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ലൈനില് ഒരു സെയിം സൗണ്ട്സ് അതിന്റെ തുടക്കത്തിൽ വരികയാണെങ്കിൽ അതങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അത് റിപ്പീറ്റഡ് സെയിം സൗണ്ട്സിനെയാണ് നമ്മൾ അല്ലിട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടെ ആണെങ്കിൽ ഓക്കെ, ലേറ്റർ ലിറ്റിൽ അങ്ങനെ പറഞ്ഞ് 2 വാക്കുണ്ട് ഈ ഒരു 3ാമത്തെ വരിയില്. അപ്പൊ അതുപോലെ കണ്ടോ, അപ്പൊ ലേറ്റർ അതിൽ എല്ലാ സ്റ്റാർട്ടിങ്, ലിറ്റിൽ എല്ലാ സ്റ്റാർട്ടിങ്. അപ്പൊ അങ്ങനെ 2 വേർഡ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് സൗണ്ട്സ് അതിന്റെ ആ വേർഡിന്റെ തുടക്കത്തിൽ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ അല്ലിട്രേഷൻ എന്ന് പറയും. അത് തന്നെയാണ് ഇവിടുത്തെ എക്സാമ്പിൾ. മൈ ലവ്സ് എ റെഡ് റോസ്. റെഡ് റോസ്. അപ്പോ അവിടെ ആർ എന്ന് പറയുന്ന സൗണ്ട് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനെ നമുക്ക് അല്ലിട്രേഷൻ എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾസ് ഓഫ് അല്ലിട്രേഷൻ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇവിടെയുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ കവിതയിലെ ലാസ്റ്റത്തെ 4 വരി നോക്കുക. അതിലുള്ള അല്ലിട്രേഷൻ എക്സാമ്പിൾസ്, അല്ലിട്രേഷന്റെ എക്സാമ്പിൾസ് കണ്ടുപിടിക്കണം. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. സാർ 4 വരി മാത്രം നോക്കിയാ മതിയോ? അവസാനത്തെ 4 വരി, അത് ഇത് ഓരോ ലൈനിലും നോക്കണം കേട്ടോ. ഓരോ ലൈനിലും അത് നോക്കണം. ഓരോ ലൈനിലും ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ എന്നുള്ള കാര്യം നോക്കണം. സാർ ക്യാൻ ക്രാക്ക്. ഓക്കെ, ക്യാൻ ക്രേക്ക്. അപ്പൊ അത് ഏത് വരിയാ? ലാസ്റ്റത്തെ. ലാസ്റ്റത്തേല് ക്യാൻ ക്രാക്ക്. അപ്പോൾ സി സൗണ്ട് ആണ് അവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, സി സൗണ്ട്. അപ്പൊ സി ക്യാൻ ക്രാക്ക്. അതുപോലെ വേറെ കനോട്ട് ക്യാരി. അപ്പൊ അതിലും അവിടെ രണ്ടാതിലും സി സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിന്റെ മുകളിൽ സർ വെൽ വിസ്ലി. ഏതാ? വെൽ വൈസ്ലി. വെൽ വൈസ്ലി. അപ്പൊ W സൗണ്ട് അവിടെ നമുക്ക് അവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. W സൗണ്ട് അവിടെ. ഏതാ? നെയ്തർ നട്ട്. നെയ്തർ നട്ട്. നെയ്തർ നട്ട്. അപ്പൊ അവിടെ L സൗണ്ട് അവിടെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളവിടെ ഒന്നെടുത്താൽ മതി. ഇത് ക്യാൻ യു ക്രാക്ക്. അപ്പൊ സി സൗണ്ട് എടുത്തു കഴിഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് അത് മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ എക്സാമ്പിൾസും അതവിടെ എഴുതുക, ഏതൊക്കെയാണെന്നുള്ളത് എഴുതുക. ആക്ടിവിറ്റി നമ്പർ 4, റൈറ്റ് summary of the poem choosing relevant sentences from those given below. The mountain and the squirrel begin a quarrel with each other. അപ്പൊ ഇതിൽ നമ്മൾ എഴുതേണ്ടത് ഈ നമ്മുടെ ഈ താഴെ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ എടുത്തുകൊണ്ട് അതിന് നമ്മൾ ഒരു സമ്മറി എഴുതണം. അപ്പൊ സമ്മറി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ആശയം ടോട്ടലി എന്താണെന്നുള്ള കാര്യം എഴുതണം. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കവിതയുടേത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എക്സാമിന്. അപ്പൊ അതുകൊണ്ട് സമ്മറി എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, എങ്ങനെ എഴുതും? ഇപ്പൊ കുറെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ അത് വെച്ച് ആണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പോ
The mountain and the squirrel began a quarrel with each other. പരസ്പരം അവർ തമ്മിൽ വഴക്കുണ്ടായി. They quarrel because the mountain feels that it is more important. അപ്പോൾ മൗണ്ടന് തോന്നി മൗണ്ടൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നി. അടുത്ത the squirrel says that it takes a year to make all sorts of things and weather. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. The squirrel says that he is quicker than the mountain. The mountain has got many trees on it. The squirrel says the mountain is wise. The squirrel is grateful to the mountain for giving him a path to move along. The poem tells us that everyone has his or her own talent and hence everyone has a contribution to make. അതായത് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ നമ്മൾ ഇതിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോ ഇനി നമ്മൾ ഇതിന് എങ്ങനെ ഒരു സമ്മറി എഴുതും? എങ്ങനെ സമ്മറി എഴുതും? എങ്ങനെയായിരിക്കും സമ്മറി എഴുതുക? ഒരു ഏതിന്റെ ആയാലും ഒരു കവിത ഒരു സമ്മറി എഴുതണം. എങ്ങനെ എഴുതും? സാർ നാലാമത്തെ മലയാളം വായിച്ചു പറഞ്ഞു. The squirrel says that he is quicker than the mountain. അപ്പൊ സ്ക്വരൽ പറഞ്ഞു ഇത് സ്ക്വരൽ എന്ന് പറയുന്നത് മൗണ്ടനേക്കാൾ ഫാസ്റ്റാ, അതിന് പെട്ടെന്ന് മൂവ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ മൗണ്ടന് പറ്റത്തില്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കഴിവുണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതാ. ഓക്കെ, അപ്പോ ഇത് വെച്ചും കൊണ്ട് ഇപ്പൊ നമുക്ക് ഒരു സമ്മറി എഴുതണം. അതിന്റെ ഒരു സമ്മറി എഴുതാനായിട്ട് അതിന്റെ ഒരു പ്രോപ്പർ ഫോർമാറ്റ് എന്താന്നുള്ളത് നോക്കണം ആദ്യം. അപ്പൊ ഫസ്റ്റ് സമ്മറി എഴുതുമ്പോൾ നമ്മളൊരു കവിതയുടെ ആയാലും കഥയുടെ ആയാലും സമ്മറി എഴുതുമ്പോൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം ഇത് ആരാ എഴുതിയത്. ദിസ് സ്റ്റോറി ഓർ ദിസ് പോയം ഈസ് റിട്ടൺ ബൈ ആരാണോ അയാളുടെ പേരെഴുതണം. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ദ പോയം ദ മൗണ്ടൻസ് ആൻഡ് ദ സ്ക്വറൽ ഈസ് റിട്ടൺ ബൈ റാൾഫ് വാൾഡോ എമേഴ്സൺ. ഇപ്പൊ ആരാണ് എഴുതിയത്? റിട്ടൺ ബൈ ഹൂ? ആരാണ് എഴുതിയത് എന്നുള്ള കാര്യം എഴുതണം. അടുത്തെഴുതേണ്ട കാര്യം ഇതിൽ ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്നുള്ള കാര്യം എഴുതുക. ഇതിൽ ആരൊക്കെ ഉണ്ട്? ഇപ്പോ ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാ? ഷാരോൺ, ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാ? സ്ക്വറലും പിന്നെ വേറെ ആരുണ്ട്? സ്ക്വറലും സ്ക്വറൽ മാത്രമേ ഉള്ളൂ ഇതില് ക്യാരക്ടേഴ്സ് ആയിട്ട്. വേറെ ആരാണല്ലോ? ദിയ, വേറെ ആരാണ്? മൗണ്ടൻ. അതായത് സ്ക്വറലും ഉണ്ട്, മൗണ്ടനും ഉണ്ട്. അപ്പോ these are the characters in this poem. Squirrel and mountain. Squirrel and നമ്മുടെ mountain are the characters in this poem. എന്നിട്ട് നമ്മൾ എഴുതണം ഇതെങ്ങനെ തുടങ്ങി. ഈ കവിത തുടങ്ങിയതല്ലേ, അവരെന്ന് പറയാൻ ഒരു ക്വാറൽ ഉണ്ടായി. അപ്പൊ എഴുതാൻ പറ്റും they begin a quarrel with each other. എന്നിട്ട് അപ്പോ അവര് നമുക്ക് പറയാം ഇവിടെ the mountain and the squirrel began a quarrel with each other. അത് കഴിഞ്ഞിട്ട് the quarrel because of mountain feels that it is more important. അപ്പൊ ആ രീതിയില് അതിനെ കുറിച്ച് അതിന്റെ ഒരു അടുക്കും ചിട്ടയില് നമ്മൾ ആദ്യം സംഭവിച്ച കാര്യങ്ങൾ ആദ്യം എഴുതുക, രണ്ടാമത് സംഭവിച്ച കാര്യങ്ങൾ രണ്ടാമത് എഴുതുക. ഈ രീതിയില് നമ്മള് ഒരു അടുക്കിന് എന്താ സംഭവിച്ചത്, അവസാനം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം വരെ നമുക്ക് എഴുതണം. എന്നിട്ട് അവസാനം എഴുതേണ്ട കാര്യം എന്താണെന്നറിയോ? ഇതിന്റെ തീം എന്താ, ഈ ഒരു കവിത അല്ലെങ്കിൽ കഥ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്. ഇപ്പൊ ഈ കവിത എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എവരിവൺസ് ടാലന്റ് ഈസ് ഡിഫറെന്റ്. അപ്പോ അവരെ ആരെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ലൈക്ക് എവരിവൺ ഈസ് ഡിഫറെന്റ് ആൻഡ് ദെയർ എബിലിറ്റീസ് ഓൾസോ ഡിഫറെന്റ്.
അപ്പോൾ ഓരോരുത്തരുടെയും ടാലൻസ് ഓൾസോ ഡിഫറെന്റ്. അപ്പോൾ ടാലൻസും ഇതെല്ലാം വേറെ വേറെയാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇതിലൂടെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ, ആ ഒരു ഇപ്പൊ എന്താണ് ഇതിന്റെ തീം എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി എഴുതണം. മനസ്സിലായോ? ഇത് എഴുതാൻ പറ്റും. സാർ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കോ? ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഇതൊന്ന് എഴുതി ട്രൈ ചെയ്ത് നോക്കുക. വേറെ ഒരിടത്തും നോക്കിയൊന്നും എഴുതരുത്. ലൈക്ക് ലേബറിന്റെ അതുപോലുള്ള ഒന്നും നോക്കിയൊന്നും എഴുതരുത്. നിങ്ങൾ സ്വന്തമായിട്ട് ഇതൊന്ന് എഴുതി നോക്കുക. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഫസ്റ്റ് ഇത് ഓതർ ആരാണെന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ആരൊക്കെ ഇതിലുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് എഴുതുക. എന്നിട്ട് ഇതിൽ തുടക്കം എങ്ങനെയാ, അല്ലെങ്കിൽ ഇതിൽ എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇത് എഴുതണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക. തെറ്റൊന്നും അങ്ങനെയൊന്നും പേടിയണ്ട, ജസ്റ്റ് ഒന്ന് എഴുതുക. കേട്ടോ? എന്താ? ആ, എല്ലാം എഴുതണം. അപ്പോ എഴുതിയതിന് ശേഷം എനിക്ക് നിങ്ങൾ അയച്ചു തരും. അപ്പൊ ഞാൻ എഴുതണം. എഴുതാൻ പറ്റത്തില്ലേ? അപ്പോ അത്ര തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ? 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, 5ാമത്തെ നിങ്ങൾക്ക് എഴുതാന്നുള്ളതല്ലേ ഉള്ളൂ. ദ മോഡേൺ റിക്വസ്റ്റ് ഫോർ ദ സ്ക്വറൽസ് ഹെൽപ്പ്, അത്ര തന്നെ. അതിൽ വേറെ ഇതൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് ഓക്കെ, ഞാനപ്പോ 5ന്റെ ആൻസർ ഓക്കെ ഞാനിപ്പോ അയച്ചു തരാം. കേട്ടോ? 5 ക്വസ്റ്റ്യന്റെ ആൻസർ ഞാനിപ്പോ അയച്ചു തരാം. നിങ്ങൾ ബാക്കി ആക്ടിവിറ്റീസ് അത്രയും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ഈ ഒരു ലാസ്റ്റ് സമ്മറി എഴുതുന്നത് നിങ്ങൾക്ക് ചിലപ്പോ ഈ കവിത തരണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോ വേറെ ഏതെങ്കിലും കവിത ഞാൻ തരും. തന്നതിന് ശേഷം നിങ്ങളെടുത്ത് അതിന്റെ സമ്മറി എഴുതാൻ പറയും. കേട്ടോ? അതുകൊണ്ട് അത് നിങ്ങൾ പഠിക്കുക. പിന്നെ അടുത്ത നെക്സ്റ്റ് വീക്കോ അങ്ങനെ എന്തെങ്കിലും ക്രിസ്മസ് എക്സാം തുടങ്ങും. അപ്പോ ഈ ഒരു ചാപ്റ്റർ വരെയും ഉണ്ട്. ഏതാ? നമ്മുടെ ഈ മൗണ്ടൻ ആൻഡ് ദ സ്ക്വറൽ വരെയും എക്സാമിന് ഉണ്ട്. കേട്ടോ? ഓക്കെ, അപ്പോ അത്ര തന്നെയാണ് ഇന്നത്തെ ഒരു ക്ലാസ്.